ഏവർക്കും ശ്രീ മാത്സിലേക്ക് സ്വാഗതം. ഞാനിവിടെ PSCയുടെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതിലെ ടിപ്പുകളും ട്രിക്കുകളും പിന്നെ ഫാസ്റ്റസ്റ്റ് മെത്തേഡിൽ എങ്ങനെ ചെയ്യാൻ ടൈം വേസ്റ്റ് ചെയ്യാതെ അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 32 സ്ക്വയർ എന്ന് പറയുന്ന 1024 തന്നിട്ടുണ്ട്. അങ്ങനെയായാൽ 0.00102 വർഗ്ഗമൂലം എത്ര? അതായത് സ്ക്വയർ റൂട്ട് ഓഫ് വർഗ്ഗമൂലം എന്ന് പറയാൻ സ്ക്വയർ റൂട്ട് 0.00102 1024 സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് എന്ത് ചെയ്യണം? ആദ്യം 32 അങ്ങ് എഴുതണം. അപ്പൊ ദശാംശം കഴിഞ്ഞ് ഇതിൽ എത്ര സ്ഥാനം ഉണ്ടെന്ന് നോക്കുക. സ്ക്വയർ റൂട്ടിനകത്ത് എത്ര സ്ഥാനമുണ്ട്? 6 സ്ഥാനമുണ്ട്. 6 സ്ഥാനം ഉണ്ടെങ്കിൽ നേരെ പകുതി സ്ഥാനമേ നമ്മുടെ ഉത്തരത്തിലുണ്ടാവും. ഇവിടെ 6ന്റെ പകുതി എത്രയാണ്? 3 സ്ഥാനം. അപ്പൊ ദശാംശം കഴിഞ്ഞ് പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനമേ ഉണ്ടാകാവൂ. അതായത് ഇവിടെ 2 സ്ഥാനമേ ഉള്ളൂ. 3 സ്ഥാനത്തിന് വേറെ ഒരു 0യും കൂടി ഇട്ട് കൊടുക്കുന്നു. അതായത് 0.032 അല്ലെങ്കിൽ 0.032. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 32ന്റെ സ്ക്വയർ 1024 തന്നിട്ടുണ്ട്. അതായത് 0.00102 വർഗ്ഗമൂലമാണ് ചോദിച്ചേക്കുന്നത്. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് ഇതാ ചോദിച്ചേക്കുന്നത്. ഇതിന് പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനം ഉണ്ടെന്ന് നോക്കണം. സ്ക്വയർ റൂട്ട് കാണുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് 6 സ്ഥാനം ഉണ്ടെങ്കിൽ അതിന്റെ നേരെ പകുതി സ്ഥാനമേ പോയിന്റ് കഴിഞ്ഞ് നമ്മുടെ ഉത്തരത്തിലുണ്ടാകാവും. അതായത് 6 സ്ഥാനമാണെങ്കിൽ 8 സ്ഥാനമാണെങ്കിൽ 8ന്റെ പകുതി 4 സ്ഥാനം വേണം പോയിന്റ് കഴിഞ്ഞ്. ഇവിടെ 6 സ്ഥാനമാണ്. 4 സ്ഥാനം ആ പോയിന്റ് കഴിഞ്ഞുള്ളതെങ്കിൽ അതിന്റെ സ്ക്വയർ റൂട്ട് കാണാൻ അതിന്റെ നേരെ പകുതി 2 സ്ഥാനം. 4ന്റെ പകുതി 2. ഇവിടെ 6 സ്ഥാനമാണ് സ്ക്വയർ റൂട്ടിനുള്ളിൽ വർഗ്ഗമൂലം കാണാൻ. വർഗ്ഗമൂലം എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട്. അപ്പോൾ 6 സ്ഥാനമാണ് അതിന്റെ നേരെ പകുതി 6/2. അതായത് 3 സ്ഥാനമേ നമ്മുടെ ഉത്തരത്തിലുണ്ടാകും. നമ്മൾ ആദ്യം ഇതങ്ങ് എടുത്തെഴുതുന്നു. 32. ഇവിടെ 2 സ്ഥാനമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു 0യും കൂടി ഇട്ട് കൊടുക്കുക. പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം വേണം. അതുകൊണ്ട് ഇവിടെ 0.032 വെറും 0.032 തുല്യമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇത് 3 + 6 + 9 + എക്സെട്ര 180ന്റെ വില എത്ര? ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്, ഒരു സമാന്തര ശ്രേണിയാണ്. ഇതിലെ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്ര വീതമാണ് കൂട്ടി എഴുതിയേക്കുന്നത്? 3 3 6 6 3 9 9 3 12 അങ്ങനെ പോകുന്നുണ്ട്. അതായത് ഡി എന്ന് പറയുന്നത് 3 വരും. ഡി 3. നമുക്ക് ഇതിന്റെ സമ്മ് കാണാൻ ഒരു ഫോർമുല ഉണ്ട്. n/2 × T1 + Tn അല്ലെങ്കിൽ A1 + AN. ആദ്യ പദം പ്ലസ് അവസാന പദം. ഇവിടെ n നമുക്കറിയത്തില്ല. n കാണാൻ അവസാന പദം n എന്ന് പറഞ്ഞാൽ അതിലെ നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണം. അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ d + 1 എന്ന് വരും. അതായത് അവസാന പദം എത്ര? 180 - 3 ഡിവൈഡഡ് ബൈ 3 + 1. അതായത് 180 ന്ന് 3 പോകെ 177/3 + 1. അതായത് 177 നമുക്ക് 3 കൊണ്ട് ഹരിക്കാം. 5 15 59 + 1 അതായത് 60 കിട്ടും. 60. നമുക്ക് ഇതിന്റെ സമ്മ് കാണാൻ ഒരു ഫോർമുല ഉണ്ട്. പദങ്ങളുടെ എണ്ണം കിട്ടി. സമ്മ് കാണാൻ n/2 × സം തുക, n പദങ്ങളുടെ തുക കാണാൻ n/2 × ആദ്യ പദം A1 + AN എന്നോ T1 + Tn എന്നോ എങ്ങനെ വേണേലും എഴുതാം. ആദ്യ പദം പ്ലസ് അവസാന പദം. അപ്പൊ n നമ്മൾ കണ്ടുപിടിച്ചു 60. n 60. 60/2 × ആദ്യ പദം എത്ര? 3 + 180. അതായത് 2 30 വരും. സമം 30 × 183. 183 3 കൂടെ ഗുണിക്കുക. 5490 വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം. 5490 വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇവിടെ ഇതൊരു സമാന്തര ശ്രേണിയാണ്. 3 3 വീതം കൂട്ടിയാവുള്ളത്. ഇവിടെ തുക കാണാൻ ഒരു ഫോർമുല ഉണ്ട്. n/2 × T1 + Tn. T1 എന്ന് പറഞ്ഞാൽ ആദ്യ പദം, Tn എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പദം. ഇവിടെ ആദ്യ പദവും ഉണ്ട്, ലാസ്റ്റ് പദവും ഉണ്ട്. ആദ്യ പദം 3, ലാസ്റ്റ് പദം 180. നമുക്ക് ഇവിടെ n അറിയത്തില്ല. n കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഫോർമുല ഉണ്ട്.
അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ ഡി പ്ലസ് 1. ഇവിടെ 3 വീതം കൂട്ടി ആയതുകൊണ്ട് കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം 3 അപ്പൊ നമുക്കിത് കണ്ടുപിടിക്കാം. 180 മൈനസ് 3 അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കുക ബൈ പൊതുവ്യത്യാസം പ്ലസ് 1, അതായത് 177 ബൈ 3 പ്ലസ് 1, അതായത് 59 പ്ലസ് 1 60 കിട്ടും. നമുക്ക് n കിട്ടി. ഇനി ഇതിനകത്ത് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. Sn = n/2 ഇൻറ്റു n എന്ന് പറയാൻ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിച്ചു. ഡി ഇവിടെ നമുക്ക് അറിയാം, ആദ്യ പദം അവസാന പദം എല്ലാം അറിയാം. അതായത് ഇതിനകത്ത് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. n ഇവിടെ എത്രയാണെന്ന് കണ്ടുപിടിച്ചു. 60/2 ഇൻറ്റു ആദ്യ പദം എത്ര 3 പ്ലസ് ലാസ്റ്റ് പദം, അതായത് 60/2 എന്ന് പറയാൻ 30 ഇൻറ്റു 183, അതായത് 5490 വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം. 3 × 10 പ്ലസ് 5 × 1 പ്ലസ് 8/10 പ്ലസ് 3/1000 വില എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 3 × 10 എന്ന് പറഞ്ഞാൽ 30 പ്ലസ് 5 × 1 എന്ന് പറഞ്ഞാൽ 5, 8/10 എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനം വലത്തുനിന്ന് ഇടത്തോട്ട് മാറ്റി കുത്തിടുക 0.8. ഇനി 3/1000 എന്ന് പറഞ്ഞാൽ 3 എഴുതുക. 1000 ആകുമ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് 3 സ്ഥാനം ഉണ്ടാകണം. 10 ആണെങ്കിൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം. ഇപ്പം 8/10 0.8. ഇനി 3/1000 എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ഒരു സ്ഥാനമേ ഉള്ളൂ, 3 സ്ഥാനം വേണം. അതിന് പകരം 2 0 ഇട്ട് കൊടുത്തു. 0.003. ഇനി ഇതങ്ങ് എഴുതി കൂട്ടിയാൽ മതി. താഴെ എഴുതി 30 5. ഇതിന് 0.00 എന്നിടാം. 5-ന് 5.00 എന്ന് എഴുതാം. ഇത് 0.8, ഇത് 0.003. ഇവിടെ വേണേൽ സൗകര്യത്തിന് നമുക്ക് ചെയ്യാൻ 0 ഇല്ലാത്തടത്തെല്ലാം 0 ഇട്ട് കൊടുക്കാം. വിലയ്ക്ക് വ്യത്യാസം വരത്തില്ല. 35.803. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 35.803. ഇവിടെ 3 × 10 30, 5 പ്ലസ് 5 × 1 5. നമുക്കറിയാം, കൂട്ടി നോക്കാൻ അറിയാം. 30 5 35. 8/10 10 ആകുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം വേണം. ഇവിടെ 1000 ആയതുകൊണ്ട് പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം വേണം. ഒരു സ്ഥാനം ഉള്ളതുകൊണ്ട് നമ്മൾ 2 0 ഇട്ട് കൊടുത്തു. ഇവിടെ 30 5 നമുക്കറിയാം 35 ഇനി ഇത് രണ്ടും കൂടെ കൂട്ടാം. 0.8ഉം 0.003 കൂടെ കൂട്ടുമ്പോൾ 0.803. 35ൻ്റെ കൂടെ 0.803 കൂടെ കൂട്ടിയാൽ 35.803. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 35.80. 10 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ ദശാംശം കഴിഞ്ഞ് ഒരു സ്ഥാനം. 8നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ 0.8. ഇവിടെ 3/1000 ദശാംശം കഴിഞ്ഞ് പോയിന്റ് കഴിഞ്ഞിട്ട് 3 സ്ഥാനം വേണം. ഇവിടെ ഒറ്റ സ്ഥാനമേ ഉള്ളത് കൊണ്ട് നമ്മൾ 2 0 ഇട്ട് കൊടുത്തു. 0.0. 30 5 കൂടെ നമുക്ക് മനക്കണക്കായിട്ട് ചെയ്യാം. 30 5 കൂടെ കൂട്ടിയാൽ 35. ഇനി 0.8ഉം 0.003 കൂടെ കൂട്ടുമ്പോൾ 0.803. 35ൻ്റെ കൂടെ 0.803 കൂട്ടിയാൽ 35.803. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇനി 28 എന്ന ഭാജ്യസംഖ്യയുടെ ഘടകങ്ങൾ, അതായത് ഘടകങ്ങൾ നമുക്ക് എഴുതി നോക്കാം. ഘടകങ്ങളുടെ എണ്ണം എത്ര ഘടകങ്ങളുണ്ടെന്ന് നോക്കാം. 1 എല്ലാത്തിൻ്റെയും ഘടകമാണ്. 1 × 28, അപ്പോൾ 28 എഴുതാം. ഇനി ഇരട്ട സംഖ്യ ആയതുകൊണ്ട് 2 ഘടകമാണ്. 2 14 തവണ. 2 × 14 28. 28ൻ്റെ പകുതി, അത് ഓർത്താലും മതി. ഇനി 3 പറ്റില്ല, 4 പറ്റും. 7 4 28. 4ൻ്റെ ടേബിൾ എല്ലിയാലും കിട്ടും. അതായത് നമുക്കിങ്ങനെ വേണേലും എഴുതാം. 1 ഇരട്ട സംഖ്യ ആയതുകൊണ്ട് 2, 3 പറ്റില്ല. 3ൻ്റെ ടേബിൾ ചെല്ലുമ്പോൾ 28 കിട്ടില്ല. 4 പറ്റും. 4 7 28. പിന്നെ 4 7 28 ആയതുകൊണ്ട് 4 7. ഇനി 14. പിന്നെ 28. അപ്പോൾ 1 2 4 7 14 28. 1ൻ്റെ ടേബിൾ എല്ലിയാൽ കിട്ടും, 2ൻ്റെ ടേബിൾ എല്ലിയാൽ കിട്ടും, 4ൻ്റെ ടേബിൾ എല്ലിയാൽ കിട്ടും, 7ൻ്റെ ടേബിൾ എല്ലിയാൽ കിട്ടും, 14ൻ്റെ ടേബിൾ എല്ലിയാൽ കിട്ടും, 28. 28 1 28. അതുകൊണ്ട് ഇത്രയും ഘടകങ്ങളാണുള്ളത്. 1 2 3 4 5 6 ഘടകങ്ങളാണുള്ളത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 6 ഘടകങ്ങൾ. ഇവിടെ ഘടകങ്ങൾ എഴുതി നോക്കുക. ഘടകങ്ങളുടെ എണ്ണമാണ് ചോദിച്ചേക്കുന്നത്. ഘടകങ്ങൾ ഏതൊക്കെയാണെന്നല്ല, ഇവിടെ
6 ഘടകങ്ങളാണുള്ളത്. 28ൻ്റെ ഘടകങ്ങൾ 1 അതിൻ്റെ ഏത് സംഖ്യയുടെയും ഘടകമാണ്. 2 ഇവിടെ ഈവൻ നമ്പർ ഇരട്ട സംഖ്യ ആയതുകൊണ്ട് 2 ഘടകമായിട്ട് വരും. ഇനി 4, 7, 28 അപ്പോൾ 4, 7 ഘടകങ്ങളാണ്. പിന്നെ 28ൻ്റെ പകുതി 14, 14 ഗുണം 2 28. അപ്പോൾ അതുകൊണ്ട് 14 ഘടകമാണ്, അതിൻ്റെ നേർപകുതി. 28 ഏത് സംഖ്യ അതിൻ്റെ ഘടകമാണ്. അപ്പോൾ ഇതിൻ്റെ എണ്ണം 6 വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഒരു തൊഴിലാളിയുടെ തുടർച്ചയായ 5 ദിവസത്തെ കൂലി തന്നിട്ടുണ്ട്. 800, 760, 780, 750, 720 രൂപ എന്നിവയാണ്. 6ാമത്തെ ദിവസത്തെ 6 ദിവസത്തെ ശരാശരി കൂലിയും തന്നിട്ടുണ്ട്. 775 അങ്ങനെയാണെങ്കിൽ 6ാമത്തെ ദിവസത്തെ കൂലിയാണ് ചോദിച്ചേക്കുന്നത്. ശരാശരി കാണാനുള്ള ഫോമുല ആകെ ഡിവൈഡഡ് ബൈ എണ്ണം. ടോട്ടൽ കാണാൻ ഇത് രണ്ടും കൂടെ ഗുണിച്ചാൽ മതി. ശരാശരി എണ്ണവും കൂടെ ഗുണിച്ചാൽ മതി. ടോട്ടൽ സമം ആവറേജ് ഇൻറ്റു നമ്പർ. 6 ദിവസത്തെ ആകെ കൂലി കാണാൻ എന്ത് ചെയ്താൽ മതി? 6 ദിവസത്തെ ശരാശരി 6 ദിവസത്തെ ടോട്ടൽ കാണാൻ എന്ത് ചെയ്താൽ മതി? ശരാശരി എണ്ണം കൂടെ ഗുണിച്ചാൽ മതി. 6 ദിവസത്തെ ശരാശരി 775 തന്നിട്ടുണ്ട്. ഗുണം 6 ദിവസത്തെ, അതായത് 4650 വരും. 30. ഇനി അടുത്തത് 5 ദിവസത്തെ ആകെ കൂലി കണ്ടിട്ട് 6 ദിവസത്തെ ആകെ കൂലി ഒന്ന് കുറച്ചാൽ മതിയല്ലോ. 5 ദിവസത്തെ ടോട്ടൽ കാണാൻ എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതി. 800 പ്ലസ് 760 പ്ലസ് 780 പ്ലസ് 750 പ്ലസ് 720 ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 3810 കിട്ടും. എല്ലാം കൂടെ കൂട്ടുമ്പോൾ. അപ്പോൾ ഈ 6ാമത്തെ ദിവസത്തെ കൂലിയാണെന്നല്ല ചോദിച്ചേക്കുന്നത്. 6 ദിവസത്തെ ആകെ കൂലിന്ന് 5 ദിവസത്തെ ആകെ കൂലി കുറച്ചാൽ 6ാമത്തെ ദിവസത്തെ 6ാം ദിവസത്തെ കൂലി എത്രയാണെന്ന് കിട്ടും? 4650 3810 കുറച്ചാൽ മതി. 840 വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ശരാശരി കാണാനുള്ള ഫോമുല ആകെ ഡിവൈഡഡ് ബൈ എണ്ണം. ടോട്ടൽ കാണാൻ ശരാശരി എണ്ണം കൂടെ ഗുണിച്ചാൽ മതി. ഇവിടെ 6 ദിവസത്തെ ശരാശരി 775 തന്നിട്ടുണ്ട്. അപ്പോൾ 6 ഗുണം 775 കണ്ടാൽ 6 ദിവസത്തെ ആകെ കിട്ടും. ആകെ കാണാൻ ശരാശരി ഗുണം എണ്ണം. ആകെ സമം ശരാശരി എത്ര? 775 6 ദിവസത്തെ ഗുണം എണ്ണം 6 ദിവസത്തെ, അതായത് 4650 വരും. ഇനി 5 ദിവസത്തെ ആകെ കൂലി കാണാൻ ഈ 5 ദിവസത്തെ കൂലികൾ തന്നിട്ടുണ്ട്. അതെല്ലാം കൂടെ കൂട്ടിയാൽ മതി. 3810 കിട്ടും. 6ാം ദിവസത്തെ കൂലി കാണാൻ അപ്പോൾ തമ്മിൽ കുറച്ചാൽ മതി. 6 ദിവസത്തെ ആകെ കൂലിയിൽ നിന്ന് 5 ദിവസത്തെ ആകെ കൂലി കുറച്ചാൽ 6ാമത്തെ ദിവസത്തെ കൂലി കിട്ടും. 840 വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവിടെ 1250 രൂപ 5% പലിശ നിരക്കിൽ, സാധാരണ പലിശ നിരക്കിൽ. നല്ല പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചാൽ 1750 രൂപ കിട്ടുന്നെങ്കിൽ എത്ര വർഷം എടുക്കുമെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കിവിടെ എന്നെ അറിയത്തില്ല. എന്നെന്ന് പറയുന്ന വർഷമാണ്. നമുക്കൊരു ഫോർമുലയുണ്ട്. സാധാരണ പലിശ I = P × N × R/100. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. P × N × R എന്ന് പറഞ്ഞാൽ I × 100. എന്നെ അറിയില്ല. പലിശ കാണാൻ 1750 രൂപ ലാസ്റ്റിൽ കിട്ടുന്നത്. അതായത് ലാസ്റ്റിൽ കിട്ടുന്നത് മൈനസ് ആദ്യം നിക്ഷേപിച്ചത്. പലിശ അടക്കമുള്ള മുതലാണ് 1750. അതായത് 500 കിട്ടും. പലിശ എത്ര കിട്ടും? 500. ഇവിടെ റേറ്റ് എത്രയാണ്? 5%. അപ്പോൾ ഇനി എല്ലാം ആയി. നമുക്കങ്ങ് ഇത് ചെയ്താൽ മതി. P × N × R എന്ന് പറഞ്ഞാൽ, P എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നിക്ഷേപത്തുക 1250 രൂപ നിക്ഷേപിച്ച് ലാസ്റ്റിൽ 1750 കിട്ടുന്നു. അപ്പോൾ എത്ര പലിശ കിട്ടിയെന്നറിയാൻ ലാസ്റ്റിൽ ഒന്നിച്ച് കിട്ടുന്നതിൽ നിന്ന് ആദ്യം നിക്ഷേപിച്ച തുക 1750 1250 കുറയ്ക്കുമ്പോൾ 500 കിട്ടുന്നു. അതാണ് I. N നമുക്ക് അറിയത്തില്ല. R എത്രയാണ്? 5%. ഇപ്പോൾ എല്ലാം അറിയാം. P × N × R/100. അതായത് നമുക്കിവിടെ P × N × R ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. P × N × R I × 100. അപ്പോൾ നമുക്ക് എന്നാ കണ്ടുപിടിക്കേണ്ട. അപ്പോൾ I × 100 ഡിവൈഡഡ് ബൈ P × R. I എത്രയാണ് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 500 ഗുണം 100 ബൈ ആദ്യം നിക്ഷേപിച്ച തുക 1250 ഗുണം 5 100 0 25 വെച്ച് കട്ടെ. 25 5 25 4, അതായത് 4 ഗുണം 10 ബൈ 5 40/5 8. ഓപ്ഷൻ ഡി ആണ് ഉത്തരം 8. ഇവിടെ സാധാരണ പലിശ നിരക്കിൽ 1250 രൂപ നിക്ഷേപിക്കുന്നു. 5% പലിശ നിരക്കിൽ ലാസ്റ്റിൽ 1750 രൂപ കിട്ടുന്നെങ്കിൽ എത്ര വർഷം എടുക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതാ ഫോർമുല. സാധാരണ പലിശയുടെ ഫോർമുല. പലിശയാണ് ചോദിച്ചതെങ്കിൽ ഈ ഫോർമുല വെച്ച് ഇത് നമുക്ക് എന്നാണ് ചോദിച്ചേക്കുന്നത്. വർഷം I = P × N / 100. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. P
PNR ഈക്വൽ ടു I ഇൻറ്റു 100, N ഈക്വൽ ടു I ഇൻറ്റു 100 ബൈ P ഇൻറ്റു R. P എന്ന് പറയുന്ന ആദ്യത്തെ നിക്ഷേപ തുക 1250. എത്ര പലിശ കിട്ടിയെന്നറിയാൻ സാധാരണ പലിശ നിരക്ക് പലിശ എത്ര കിട്ടിയെന്നറിയാൻ അവസാനം കിട്ടുന്ന പലിശയും തുകയും കൂടെ ഉൾപ്പെടെയുള്ള 1750. അതിൽ നിന്ന് നിക്ഷേപ തുക കുറയ്ക്കുക. 1250 കുറച്ചാൽ 500 കിട്ടും. N ഈക്വൽ ടു I ഇൻറ്റു 100 ബൈ P ഇൻറ്റു R. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വില എത്രയാണ് പലിശ? 500 ഗുണം 100 ബൈ P എത്ര നിക്ഷേപത്തുക 500. N കാണാൻ I ഇൻറ്റു 100 ബൈ P ഇൻറ്റു R. അതായത് പലിശ എത്രയാണ്? 500 ഗുണം 100 ബൈ ആദ്യത്തെ നിക്ഷേപത്തുക ഗുണം 5. കട്ട് ചെയ്യുമ്പോൾ 100, ഈ 0 കട്ട് ചെയ്തു, 25 വെച്ച് കട്ട് ചെയ്തു, 25 5 25 4, അതായത് 40 ബൈ 5 എന്ന് കിട്ടും. 8. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സാധാരണ പലിശ നിരക്കിൽ 1250 രൂപ നിക്ഷേപിച്ചു. അപ്പോൾ P എന്ന് പറയുന്നത് 1250. എത്ര പലിശ നിരക്ക്? 5%. R 5%. അങ്ങനെയാണെങ്കിൽ 1750 രൂപ ലാസ്റ്റിൽ കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ പലിശ എന്ന് പറയുന്നത് എത്ര കിട്ടും? ആകെ കിട്ടുന്നതിൽ നിന്ന് ആദ്യം നിക്ഷേപിച്ചത് കുറച്ചാൽ മതി. അതായത് 1750 1250 കുറച്ചാൽ 500 കിട്ടും. I എന്ന് പറയുന്നത് 500. I സമം PNR ബൈ 100 ആണ് സാധാരണ പലിശ. ഇതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. P ഇൻറ്റു N ഇൻറ്റു R എന്ന് പറയുന്നത് I ഇൻറ്റു 100 ആണ്. നമുക്ക് എന്നാ ചോദിച്ചേക്കുന്നത്? വർഷം എത്ര വർഷം എടുക്കുന്നത്? N ഈക്വൽ ടു I ഇൻറ്റു 100 ബൈ P ഇൻറ്റു R. എല്ലാം അറിയാം, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. I എത്ര? പലിശ എത്ര കിട്ടും? 1250 നിക്ഷേപിച്ചു, ലാസ്റ്റിൽ 1750 കിട്ടുന്നു. അപ്പോൾ ഇതിന് കുറച്ചാൽ മതി, 500 കിട്ടും. 500 ഗുണം 100 ബൈ 1250 ആണ് P ഗുണം 5 100. 25 വെച്ച് കട്ട് ചെയ്യുക. 25 4 100 25 5, അതായത് 40 ബൈ 5 കിട്ടും. 8. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അപ്പോൾ നമുക്ക് I സമം PNR ബൈ 100 എന്നൊരു ഫോർമുല ഉണ്ട്. ഇത് P ഇൻറ്റു N ഇൻറ്റു R എന്ന് പറയുന്നത് I ഇൻറ്റു 100 ആണ്. നമുക്ക് എന്നാ കണ്ടുപിടിക്കേണ്ടത്? I ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ P ഇൻറ്റു R. പലിശ എത്രയാണ്? 1250 രൂപ നിക്ഷേപിച്ച് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 1750 കിട്ടുന്നു. പലിശ കാണാൻ ആകെ കിട്ടുന്നതിൽ നിന്ന് നിക്ഷേപിച്ച തുക കുറയ്ക്കുക. ലാസ്റ്റ് കിട്ടുന്നത് 1750 1250 പോകെ 500. ഇവിടെ റേറ്റ് എത്രയാണ്? R എത്ര? 5%. നിക്ഷേപിച്ച തുകയാണ് 1250. അപ്പോൾ നമുക്ക് ഇതാ കാണേണ്ട N ഈക്വൽ ടു I ഇൻറ്റു 100 ബൈ P ഇൻറ്റു R. I എത്ര? 500 രൂപ. 1750 നിക്ഷേപ തുക കുറച്ചു ഇൻറ്റു 100 ബൈ നിക്ഷേപിച്ച തുക 1250 ഗുണം 5 100. ഇത് കട്ട് ചെയ്തു. അതായത് 25 വെച്ച് കട്ട 25 5 125 25 4 4 ഗുണം 10 ബൈ 5 40 ബൈ 5 8 കിട്ടും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. ശ്രീമാത്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.